ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ രേണുവിനെ എന്തുകൊണ്ടാണ് എല്ലാവരും നിക്കറ് വിധവ എന്ന് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള നിക്കറ് ഇട്ടോണ്ട് ഇറങ്ങിയിട്ടാണ് എല്ലാവരും നിക്കറ് വിധവ എന്ന് വിളിക്കുന്നത്. അപ്പൊ രേണു തന്നെ വിചാരിച്ചു എല്ലാവരും നിക്കറ് വിധവ എന്ന് വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് നിക്കറിട്ടോണ്ട് ഇനി ഡാൻസ് കളിക്കാന്ന്. സൂപ്പർ അല്ലേ ഡാൻസ്? അതുമല്ല, രേണുവിന്റെ കാലിന് ഒരുപാട് ആരാധകരുണ്ട്. അത് പണ്ടു തൊട്ടേ ഉള്ളതാണ്. രേണു സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങിയപ്പോ തൊട്ടേ ഉള്ളതാണ്. അപ്പൊ കാല് കാണിക്കാതെ ഒരു ഡാൻസ് ഇടാൻ പറ്റില്ല. ഇത് ഇൻസ്റ്റഗ്രാമില് രേണുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രേണു ഇട്ടേക്കുന്ന ഡാൻസാ. എനിക്ക് ആദ്യം തോന്നി ഇങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ ഇടുന്നത് സബ്സ്ക്രിപ്ഷനിലല്ലേ, പക്ഷെ അല്ല. കാല് കാണിച്ചുകൊണ്ടുള്ള ഡാൻസിന്റെ വീഡിയോസ് നമ്മുടെ രേണു ഇടത്തുള്ളൂ. ഇതൊരു വീഡിയോ ആയി, വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾ ഞെട്ടും ഗൈസ്, ഞെട്ടും. നോട്ടീസ് ചെയ്താൽ കാണാൻ പറ്റും രേണുവിന്റെ മനോഹരമായ, ഞാനൊന്നും പറയുന്നില്ല, കാലുകൾ. ഇങ്ങനെയുള്ള കാലുകളാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ. കണ്ടില്ലേ? പിന്നെ ഇപ്പോൾ ഉള്ള ഡാൻസിലെല്ലാം പ്രധാനമായിട്ടും ബാക്ക് സൈഡാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാലും ബാക്ക് സൈഡും കണ്ടില്ലേ? എല്ലാ ഡാൻസിലും ബാക്ക് സൈഡ് തിരിഞ്ഞൊന്ന് കറങ്ങി എടുത്ത് നിന്ന് ബാക്ക് സൈഡ് ഇതിലാണ് രേണു ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. കാല് കാണിക്കുന്നതിലും ബാക്ക് സൈഡ് കാണിക്കുന്നതല്ലോ. അതാണ് ഇപ്പൊ രേണുവിന്റെ ഫോക്കസ്. കൊള്ളാം. പിന്നെ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ഫ്രോക്ക് നന്നായിട്ടൊന്ന് ഇസ്തിരിയൊക്കെ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. എവിടെയോ ചവിട്ടി കൂട്ടി ഇട്ടിരുന്ന ഒരു ഫ്രോക്കിനെ എടുത്ത് ഇട്ടത് കണക്കുണ്ടല്ലേ. ഞാനൊന്നും പറയുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏകദേശമൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ കണ്ടോളൂ. ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചു തരാം. കണ്ടില്ലേ? മുഖം കൊള്ളാം ഫിൽറ്ററൊക്കെ ഇട്ടപ്പം, പക്ഷെ ആ ഫിൽറ്റർ ഒന്നും ആ ഫ്രോക്കിനകത്ത് വരുന്നില്ലെന്നേ. ഫ്രോക്ക് ചവിട്ടി കൂട്ടിയിട്ടിരുന്ന ഒരു ഫ്രോക്കിനെ എടുത്ത് വെച്ചേക്കുന്നത്. കാലുകൊണ്ടുള്ള ആക്ഷനുകൾ എല്ലാത്തിനകത്തും. പിന്നെ കൈ പൊക്കിയുള്ള ആക്ഷൻസ് വേറെ ഉണ്ട്, കാണിച്ചു തരാം. രേണു ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ഈ കൈ പൊക്കിയുള്ള കക്ഷൻ കാണിച്ചിട്ടുള്ളതും, അത് കഴിഞ്ഞിട്ട് കാല്, നമ്മുടെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലോ കാര്യം. ഞാൻ നേരത്തെ കാണിച്ച 2 ഡാൻസിനോട് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു ഡാൻസാണ്. ഡ്രസ്സിങ്ങിലായാലും ഡാൻസിന്റെ ഒരു സ്റ്റെപ്പിലായാലും ഇത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ രേണു ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ നമ്മുടെ കാല്, നമ്മുടെ കാലല്ല, രേണുവിന്റെ കാല് കാണിക്കാതെ ഒരു ഡാൻസും രേണു ഇടില്ല ഗൈസ്. ഈ ഡാൻസ് കണ്ടു, കണ്ട? അതിലൊക്കെ ആരാധകർ ഉണ്ടാവുമോ ഇപ്പൊ ഈ കാണിക്കുന്നതിലൊക്കെ? എന്തോ എനിക്കറിയത്തില്ല. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇപ്പൊ രേണുവിന്റെ ഒരു പാറ്റേൺ, ഡാൻസിന്റെ ഒക്കെ ഒരു പാറ്റേൺ. ഇപ്പൊ ഇടുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് പിന്തുടരുന്നത്. കാരണം കാലിനൊക്കെ ഒരുപാട് ആരാധകരുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ 2 ദിവസം മുന്നേ ഇട്ട രേണുവിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു രേണുവിന് മറവി എന്നുള്ള ഒരു കാര്യം ബാധിച്ചിട്ടുണ്ടെന്ന്. എന്ത് ചോദിച്ചാലും ഇപ്പൊ രേണു പറയുന്നത് എനിക്ക് ഓർമ്മയില്ല എന്നാണ്. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു, എനിക്കത് ഓർമ്മയുണ്ട്. അതാണ് നമ്മുടെ രേണു പറയുന്നത്. അതില് ആദ്യം നമുക്ക് രേണു ഓർമ്മയില്ല എന്ന് പറയുന്നത് എന്തിന്റെ കാര്യത്തിലാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് കേൾക്കാം. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ, ഞാനത് കണ്ടുപോയി, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടതൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നില്ല സാധാരണ. ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത്. ചാറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്താണത്, ആണോ എന്റെ ചാറ്റാണോ, ഓർമ്മയില്ല. എന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ ഇങ്ങനെ ചിലപ്പം ഇട്ടിട്ടുണ്ടാവും. എന്നോട് എൻ്റെ കൂടെ കറങ്ങാൻ വരണോ, എൻ്റെ കൂടെ ഷേക്ക് കുടിക്കാൻ വരണോ, എൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ പ്രൊമോഷൻ വേണമെങ്കിലൊക്കെ നിങ്ങൾ
എന്നെ എൻ്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഇനി ഇത്ര രൂപയാണ്. പിന്നെ അതിന്റെ കൂടെ ഞാനൊരു ഫ്രീ ഓഫറും കൂടെ തരുന്നുണ്ട്. എൻ്റെ കാലൊക്കെ കാണിച്ചു തരും. എൻ്റെ കാലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നോടുള്ള പ്രൊമോഷൻ എടുത്താൽ മതി. അതുകൊണ്ടല്ലേ കാലൊക്കെ അയച്ചു കൊടുത്ത് അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ അങ്ങനെ ആ ഒരു ചാറ്റിനകത്ത് നമ്മുടെ കാലൊക്കെ കാണിച്ചത്. പിന്നെയും നമ്മുടെ എന്ന് പറയാം, നമ്മുടെ അല്ല, രേണുവിൻ്റെ, സോറി, രേണുവിന്റെ കാലൊക്കെ അയച്ചു കൊടുത്ത് ഇങ്ങനെ പ്രൊമോഷൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനേജറുമായിട്ട് ചെയ്യണം. അങ്ങനെ പല സെലിബ്രിറ്റീസും ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം. നിങ്ങൾ ആരുടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസിൻ്റെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രൊമോഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ചായ കുടിക്കാൻ വരാൻ, ഷേക്ക് കുടിക്കാൻ വരാനായിട്ട് ഇത്ര രൂപയാവും, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ റേറ്റ് പറയും, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇല്ല നിങ്ങൾക്ക് ചായ കുടിച്ചാൽ മാത്രം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിലോ പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിലോ എൻ്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അവരുടെ എവിടെയെങ്കിലും ഒരു ചാറ്റോ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കേട്ടുകേഴ്വിയുണ്ടോ? ഒരു സെലിബ്രിറ്റി ആവശ്യപ്പെടുന്നു അവരുടെ കൂടെ ചായ കുടിക്കാൻ പോകാനായിട്ട് ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു നേരം വന്നിരുന്ന് ചായ കുടിക്കാമെന്ന്. എനിക്കറിയത്തില്ല, ഞാനങ്ങനൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, എനിക്ക് കേട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം, രേണുവിന് ഓർമ്മയില്ല എന്ന് പറയുന്നതിന്റെ. ഓക്കെ, ഇനിയുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. രണ്ടാമത്തെ ഓർമ്മയില്ല. ആദ്യത്തത് പറഞ്ഞത് വേറൊരു ടൈപ്പില് വേറെ സ്ഥലത്ത് നിന്നിട്ട്, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് പറഞ്ഞത് വേറെ സ്ഥലത്ത് നിന്നിട്ട് വേറൊരു ഇത് പറയുന്നു. ഇതിപ്പോ കോഫി കുടിക്കാന് ഒരു ദിവസം, ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം കറങ്ങണേ, സെയിം ടോപ്പിക്ക് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് എന്റെ കൂടെ വരണമെങ്കിൽ കോൺടാക്ട് മൈ മാനേജർ. അല്ലാതെ റേറ്റിന്റെ കാര്യമൊന്നും ഇപ്പൊ രേണു പറയുന്നില്ല. പക്ഷെ ആ ചാറ്റിനകത്ത് റേറ്റ് ചോദിച്ചിട്ടാ പറഞ്ഞേക്കുന്നത്. രേണുവിന്റെ കൂടെ കോഫി കുടിക്കാൻ പോകാനും രേണുവിന്റെ കൂടെ, അതാണ് പറയുന്നത്, രേണുവിന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ എത്ര രൂപയാവുമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് രേണു പറയുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. നിന്റെ ഓർമ്മശക്തിയൊക്കെ കുറച്ച് കുറഞ്ഞു വരുവാ, നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാറ്റൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉദ്ദേശിച്ചോളൂ. എന്താണ് ഇങ്ങനെ അല്ലേ? അതാണ് നമ്മുടെ രേണു ചേച്ചി പറയുന്നത്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ കോഫി കുടിക്കാനായിട്ടും ഷേക്ക് കുടിക്കാനായിട്ടും ഒരു ദിവസം കറങ്ങാൻ പോകാനായിട്ടും പ്രൊമോഷന് വേണ്ടിയിട്ടും സിനിമാ ഷൂട്ടിന് വേണ്ടിയിട്ടുമാണ് ഞാനിങ്ങനെ ചാറ്റിനകത്ത് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാറ്റല്ല. നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ തെറ്റായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനിപ്പോ നമ്മളെന്തോ ഉദ്ദേശിച്ച്, നമ്മളെന്തെങ്കിലും ഉദ്ദേശിച്ചോ? നമ്മളൊന്നും ഉദ്ദേശിച്ചില്ലേ. ഇതായി സമയല്ലേ മെച്ചർ, ചില സമയം എന്റെ താനിക്കോണം നിങ്ങൾ കേൾക്കുന്നതല്ലേ. ഷെഫീന ബീബിനെ തെറി വിളിക്കുമ്പോ ഉള്ള ഒരു മൂഡ് മീഡിയ എങ്ങനെ ഡീൽ ചെയ്യണം? ഇപ്പൊ പറഞ്ഞാരാ? എനിക്കറിയില്ല. അതാരാ ഇപ്പൊ പറഞ്ഞ ആരാ? എനിക്ക് ഓർമ്മയില്ല. അതാരാ? എനിക്ക് ഓർമ്മയില്ല. ഷെഫീന ബീബി എന്ന ഒരാളെ എനിക്ക് ഓർമ്മയില്ല. അതാരാണ്? നിങ്ങൾ ആരെ കുറിച്ചായി പറയുന്നത്? കേട്ടല്ലോ, ഞാൻ പറഞ്ഞതല്ല, നമ്മളെ രേണു ചേച്ചി പറഞ്ഞത് തന്നെ. അതും കേട്ടല്ലോ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്റെ ഒരു ചാറ്റ് പുറത്ത് വിട്ടത് എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇതിനകത്ത് എന്താണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഇവര് സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റില്ല. ഇപ്പം എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ ചേച്ചി ഞങ്ങളുടെ ഒരു ഡ്രൈവിന് വരും, ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ് ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും സപ്പോർട്ടാണ്. ആരും ഒരു ഇത് വരുമ്പോൾ അടിച്ചു താഴ്ച, ഞാൻ അടിച്ചാഴ്ചാന്ന് നിൽക്കുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ടോപ്പിക്ക് ഒന്ന് തന്നെയാണ്, പക്ഷെ പറയുന്നത് പല പല ആംഗിളിൽ നിന്നിട്ട് പല സമയത്ത് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഓർമ്മയില്ല എന്ന് എന്തിനാണെന്നോ എന്താ പറയുന്നത്. ചിലപ്പോൾ ആ പറഞ്ഞ ആ കാര്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല ആംഗിളിൽ നിന്നിട്ട് സെയിം ടോപ്പിക്കിനെ കുറിച്ച് ഓർമ്മയില്ല എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരേ ഒരു കാര്യം തന്നെ, ആ ചാറ്റിന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് എല്ലാം. പക്ഷെ ഓർമ്മയില്ല എന്ന് പല ടൈപ്പില് പല സ്ഥലത്ത് ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ അത് നിങ്ങളേക്കൂടെ അത് കേൾപ്പിച്ചു തരാൻ വിചാരിച്ചതാണ് കേട്ടോ. എത്ര ഫോളോവേഴ്സ് ഉള്ള പേജാ പോയത്? എനിക്കതൊന്നും ഓർമ്മ പോലും ഇല്ല. 2 ലക്ഷത്തിന് മുകളിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പേജ് നോക്കാൻ ആളുണ്ട്, എല്ലാവർക്കും രേണുവിന്റെ കാവൽക്കാരാക്കിയിട്ടാണ് അടിച്ചോണ്ട് പോയത്. രേണുവിന്റെ ഇൻസ്റ്റ കണ്ടല്ലോ,
ടോപ്പിക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എനിക്ക് അതൊന്നും ഓർമ്മയില്ല എത്രയുണ്ടെന്നുള്ളത്. രേണുവിന് എത്ര അക്കൗണ്ട് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഒന്നും രേണുവിന് ഓർമ്മയില്ല. ഫേസ്ബുക്കൊക്കെ നോക്കാനായിട്ട് വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരാണ് നോക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് എനിക്കൊരു ഓർമ്മയില്ല. ഞാനിപ്പോൾ പറഞ്ഞ സത്യമായില്ലേ? രേണുവിന് ഒരു കാര്യം ഓർമ്മയില്ല എന്ന് പറഞ്ഞ കാര്യം സത്യമാവില്ലേ? എത്ര പ്രാവശ്യം എത്ര വീഡിയോയിലാണ് രേണു പറയുന്നത് ഓർമ്മയില്ല 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 എന്ന്, അല്ലേ? അതങ്ങനെ. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത ടോപ്പിക്ക്, രേണു മുട്ടിനൊപ്പമുള്ള ഡ്രസ്സേ ഇപ്പം ഇടത്തുള്ളൂ, അതൊരു ട്രെൻഡിങ് ആണെന്നുള്ളത്. പക്ഷെ ഇപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ രേണു നല്ല ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അതേ കണക്ക് തന്നെയാണ് രേണുവിന്റെ സംസാരവും. നല്ലത് ഏതാ നമുക്ക് നല്ലത് ചെയ്തണമെന്ന് പറയണമല്ലോ. എത്ര നല്ല വൃത്തിയായിട്ടാണ് രേണു സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ കുറച്ചൊന്ന് താഴ്ന്നിട്ടുണ്ട്. അതായത് രേണുവിന്റെ വൈറലാവക്കം. നേരത്തെയൊക്കെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണു മാത്രമേ ഉള്ളായിരുന്നു. രേണുവിനങ്ങ് എപ്പോഴും പ്രോഗ്രാമും രേണു ഒരു വാ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറലാവുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ രേണു ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സിങ്ങിലും ഒക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന വീഡിയോസ് ആണ് ഞാൻ ആദ്യമേ കാണിച്ചത്. രേണു തന്നെ രേണുവിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും, അയ്യോ എന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ എന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് കാണിച്ചപ്പോഴായിരിക്കും ഞാൻ ചർച്ചാ വിഷയമായിട്ടുള്ള എന്റെ കാര്യം ചർച്ചാ വിഷയം ആവാനുള്ള കാരണം എന്താണ്? എന്റെ ഡ്രസ്സിങ്, മുട്ടിനൊപ്പം എന്റെ കാല്, അല്ലെങ്കിൽ എൻ്റെ മുട്ടിനൊപ്പം ഉള്ള ഡ്രസ്സിങ്, ഇതൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അതൊന്ന് ശ്രമിച്ചു നോക്കാം, എൻ്റെ കാലൊക്കെ ഒന്ന് കാണിച്ചു നോക്കാം. അഗർ ഞാൻ ഇനിയും വൈറൽ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള കുട്ടി കുട്ടി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് രേണു വന്നത്. രേണുവിൻ്റെ ഇപ്പോൾ ഉള്ള, അതായത് ഇപ്പം ഞാൻ കാണിച്ച ഈ വീഡിയോയിലെ ഡ്രസ്സിങ്ങും വേറൊരു വീഡിയോയിലെ ഡ്രസ്സിങ്ങും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ രേണുവിൻ്റെ സംസാരവും രേണുവിൻ്റെ പെരുമാറ്റവും രേണുവിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. രേണു അങ്ങേയറ്റം അഹങ്കാരം കൊണ്ട് നിന്ന സമയത്തുള്ള ഒരു വീഡിയോ. അത് നിങ്ങളൊന്ന് കാണും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് രണ്ടിന്റെയും കൂടെ ഒരു വ്യത്യാസം മനസ്സിലാവേ. ടിവിയിലൊക്കെ ഫോട്ടോ എടുക്കണോ ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ സെലിബ്രേറ്റ് ഇല്ല, ഒരു മിനിറ്റ്. ഈ ഒരു വീഡിയോ നമ്മുടെ രേണു ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരുന്ന സമയത്തുള്ള വീഡിയോ ആണ്. ഈ സമയത്തുള്ള രേണുവിന്റെ ഒരു സംസാരവും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? പക്ഷെ ഇപ്പോ ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ, ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരാം. സബ്സ്ക്രിപ്ഷന്റെ പേയ്മെന്റ് ഒക്കെ വന്നു. രേണു ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാള്, അപ്പൊ ആർഭാട ജീവിതത്തിലോട്ട് പോയോ? ഒരിക്കലും ഇല്ല. എന്നിട്ടാണോ എനിക്ക് ഗിഫ്റ്റ് തന്ന എനിക്ക് ഏറ്റവും വളരെപ്പെട്ട വേണ്ടപ്പെട്ട എൻ്റെ ഒരു പെൺ സുഹൃത്താണ്. അന്നേരമുള്ള സംസാരവും ഇപ്പോൾ ഉള്ള രേണുവിന്റെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പോ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കുകയാണോ, ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ വേണ്ടി എന്റെ ഫോട്ടോ എടുക്കാൻ എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ സംസാരം. പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്നതോ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പറയുമായിരുന്നു, ഞാൻ 35,000 രൂപയുടെ ചെരുപ്പേ ഇടത്തുള്ളൂ, ഞാനിപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞത് രേണു കോസ്റ്റ്ലി ആണോ എന്ന് വെച്ചപ്പോ ഒരിക്കലും ഇല്ല, ഇത് ഞാൻ ഗിഫ്റ്റ് തന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ഞാനൊരു പാവാണേ, ഞാനൊരു പാവാണേ, ഞാൻ പാവപ്പെട്ടവളാണേ, എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്ന ഡ്രസ്സ് വരാണേ ഞാൻ ഇട്ടേക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് രേണു മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോ രേണുവിന് കുറച്ച് കേസും കൂട്ടങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. അതിന്റെ പറയുന്നതും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. ഒരു മിനിറ്റ്. രേണു പുറത്തോട്ട് എപ്പോഴും പോകുന്നില്ല, ഞാൻ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തെന്താ പുറത്തോട്ട് യാത്ര? എന്നോടുള്ള യുദ്ധം കഴിഞ്ഞില്ല, അതാണോ ഉദ്ദേശിച്ചത്? ഇപ്പോൾ തിരിച്ച് റാസൽ ഖേയിലേക്കൊന്നും പോകുന്നില്ല. യുദ്ധം തീർന്നു എന്ന് വെച്ചപ്പോൾ എന്നോടുള്ള യുദ്ധം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളത്. അപ്പൊ സംതിങ് ഈസ് റോങ്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് രേണു ഇപ്പൊ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ സംഭവ വികാസങ്ങളുണ്ട് കേട്ടോ. അതാണ് നല്ലതുപോലെ ഒരു ഒതുക്കം വന്നിട്ടുണ്ട് ആൾക്ക്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഈ രേണു അതായത് കൂടെ ഇങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞ 2-3 വീഡിയോകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുത്ത് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പൊ നമുക്ക് കുറച്ച് അധികം വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. രേണുവിന്റെ ഓർമ്മശക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റിൽ പറയണേ. അപ്പൊ നമുക്ക് നാളെ കാണാം.